നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണി, ചാലക്കുടിക്കാരുടെ മണിച്ചേട്ടൻ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇപ്പോഴും ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നുണ്ടല്ലേ കലാഭവൻ മണി. അദ്ദേഹം ഓർമ്മയായിട്ട് 9 വർഷം തികയുകയാണ്. ഈ ഓർമ്മ ദിനത്തിൽ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ പുറയിലൊക്കെ കാണാം കലാഭവൻ മണിയുടെ പേരിലുള്ള പാട്ടുപുരയുണ്ട്. പാട്ടും നാടൻ പാട്ടും നൃത്തവും ഡാൻസും ആയിട്ട് ജീവിതം അങ്ങനെ ജീവിച്ച് തീർത്ത് വളരെ പെട്ടെന്ന് തന്നെ കടന്നുപോയ കലാഭവൻ മണിയുടെ ഓർമ്മയിലാണ് നമ്മൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് തുടങ്ങാൻ പോകുന്നത്. ഒരു സകല കലാവല്ലഭനായിരുന്നു. പ്രത്യേകിച്ച് ഈ മണിച്ചേട്ടന്റെ തുടക്കകാലത്തൊക്കെ ഞാൻ വലിയ ഫാനായിരുന്നു. കാരണം അന്ന് ആ ഒരു പ്രത്യേകതയുടെ ഒരു പ്രത്യേക ചിരിയും അതുപോലെ മിമിക്രി, പാട്ടിന് പാട്ട്, ഹാസ്യനടൻ മാത്രമായി ഒതുങ്ങുമെന്ന് നമ്മൾ കരുതി. പക്ഷെ എല്ലാ റേഞ്ചിലുള്ള കഥാപാത്രങ്ങൾ വളരെ നന്നായി ചെയ്ത ഒരു വ്യക്തി. അപ്പോൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചാലക്കുടിയിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ജീവിതം തുടങ്ങി സിനിമയിലെത്തി ഒരു അറബിക്കഥയിലെ രാജകുമാരനെ പോലെ ജീവിതം മാറി മറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ മണിച്ചേട്ടൻ. അത് മാത്രമല്ല ക്രിസ്റ്റീന, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, വലിയ വലിയ താരങ്ങളൊക്കെ വിട വാങ്ങുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും സാധാരണക്കാരായ സാധാരണക്കാർ, അമ്മുമ്മമാരൊക്കെ വല്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ആ ദിനം നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യൻ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല, വർഷിക്കുന്ന ജീവിതം ജീവിച്ച് പോയ ഒരാളാണ് കലാഭവൻ മണി. അത് ഏറ്റവും സാധാരണക്കാരുടെ മനസ്സിൽ, ഹൃദയത്തിൽ തൊട്ടിട്ട് വളരെ സ്നേഹത്തോടെ സ്പർശിച്ചിട്ടാണ് ആ മനുഷ്യൻ പോയത്. അതുകൊണ്ട് തന്നെ ഈ ഓർമ്മ ദിനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്.